എടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ എന്തോടെ ഇവിടെ നടക്കുന്നേ? നമ്മളെങ്ങനെ രക്ഷപ്പെടുകൂടാ? എടാ, ഈ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ താഴെ ഒരുത്തം വന്ന് നിൽപ്പില്ലയോ? അവനെ ഒന്ന് വിളിക്ക്. എന്നിട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി അവനോട് ചോദിക്ക്. എടാ, എന്തുവാടാ എന്നോട് അടക്കം പറയുന്നേ? ഒന്നും ഉണ്ടാകണം വിട്ടായി. ഓ, എടാ പറയടാ. എടാ, ഞങ്ങൾ എങ്ങനെയാലും ഒന്ന് രക്ഷിക്കളിയാ. എടാ സത്യം പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? അളിയാ, ഞങ്ങൾ പെട്ട് നിൽക്കുമോ അളിയാ? എൻ്റെ പൊന്നളിയ, എടാ ആകെ ഇവിടെ പണി തീരാത്തൊരു വീടാണ് ഉള്ളത്. നിങ്ങൾ പറയുന്നത് ഇതും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോടെ. എടാ, നീ പറയുന്ന പണി തീരാത്ത വീടിനകത്ത് ഞങ്ങളുണ്ട്. ഞങ്ങൾക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ട്. എടാ എന്നിട്ട് പിന്നെന്താടാ എനിക്ക് കാണാൻ പറ്റാത്തേ? എടാ, അത് ഞങ്ങൾക്കും അറിയത്തില്ല എന്താണ്. നീ എങ്ങനെയല്ലേ രക്ഷിക്കളി ഞങ്ങളെ ഒന്ന്? നീ ആ പണി തീരാത്ത വീടിനകത്തോട്ടൊന്ന് കയറ്. നീ കയറി എങ്ങനെയല്ലേ ഞങ്ങളെ ഒന്ന് രക്ഷിക്കുക. ശരി, ഞാൻ നോക്കട്ടെ, ഞാൻ എന്തേലും നോക്കട്ടെ, നീ വെക്ക്. ശരിടാ. ആരാ? എടാ, രക്ഷിക്കാൻ വരുന്ന കാര്യമാ പറഞ്ഞത്. റഷീദൊക്കെ വരുന്നോ? ആ, പട്ടണ റഷീദ് വരുന്ന നിന്റെ മേക്കപ്പ് ചെയ്യേ. ഒന്നും മിണ്ടായിരുന്നു നീ ഒന്ന്. എടാ, രണ്ടും പൊട്ടന്മാരാണോടാ? ഇങ്ങനെ വെറുതെ ഇരിക്കാതെ നമ്മളെ രക്ഷിക്കാരെ വിളിക്കുന്നു. എൻ്റെ പൊന്നളിയാ, ഇതെന്തുവാടാ ഇത്? പുറത്തുനിന്ന് നോക്കുമ്പോൾ പണി തീരാത്തൊരു വീട്, ഇതിനകത്തോട്ട് കയറുമ്പോൾ എന്തുവാടാ ഇത്? എടാ, ഇത് തന്നെ ഇല്ലോടാ നിന്നോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ, പക്ഷെ ഇതെന്തുവാടാ? ഇത് മനസ്സിലാവുന്നില്ലല്ലോ ഒന്നും. എൻ്റെ പൊന്നളിയാ, അതൊക്കെ പിന്നെ കണ്ടുപിടിക്കുക. നീ താഴെ നിന്ന് മേപ്പോട്ട് കയറിയപ്പോൾ ഒരു തളച്ചയെ കണ്ടായിരുന്നോ? താഴെ ആരും ഇല്ലായിരുന്നല്ലോ. എടാ, അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ബാ. ഹലോ. ഇവിടെ പോവാന്ന്. ആരാടാ? എന്റെടാ, ഈ വീട്ടിലോട്ട് കയറാൻ വഴിയൊന്നുമില്ല. ഞാൻ കുറേ നേരം കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ട് പോടാ. നിക്ക്. എടാ, നമ്മൾ 3 പേര് ഈ വീട്ടിൽ പെട്ട് നിൽക്കുന്ന അവസ്ഥ. നമുക്ക് ഈ വീട്ടിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. നമ്മൾ 3 പേര് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഒരേ മനസ്സായിരിക്കണം നമ്മൾ. എടാ, ഇങ്ങനെ മൂളിക്കൊണ്ട് നിന്നാ പോരാ, നമുക്ക് രക്ഷപ്പെടണമെന്ന്. എൻ്റെ പൊന്നെ, ഈ ഡയലോഗ് അടിക്കാൻ നമുക്ക് ഓടി രക്ഷപ്പെടാം.
വലിച്ച അഭിചേട്ടാ, 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 അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ദോറോത്തിയുടെ വീടിനെ പറ്റിയാണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല അച്ചോ. നമ്മുടെ ആ പെട്രോൾ പമ്പില്ലേ, അവിടുന്ന് അകത്തോട്ട് കയറുമ്പോൾ ഒരൊറ്റപ്പെട്ട വീടുണ്ട്, ആ വീടാ. ആ, അത് തന്നെ. പക്ഷേ നാളുകൾക്ക് മുമ്പ് മുണ്ടക്കയത്ത് നിന്നും ഒരു കത്തനാര് വന്ന് ഇതെല്ലാം അവസാനിപ്പിച്ചതാണല്ലോ. പിന്നെ എങ്ങനെ? എനിക്കറിയത്തില്ല അച്ചോ. നിൻ്റെ ഈ കൂട്ടുകാർ മറ്റെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ആരാന്നോ എന്താന്നോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒരു സ്ത്രീ എന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്നാലേ നിൻ്റെ കൂട്ടുകാർ പെട്ടു. അതെന്താ അച്ചോ അങ്ങനെ പറഞ്ഞേ? നീ പറഞ്ഞ വീട്ടിലെ ആത്മാവ് ഒന്നല്ല, രണ്ടാ. അവളുടെ മകൾ അന്ന. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയൊക്കെ വളരെ ചെറുപ്പത്തിൽ അന്ധകാലത്ത് നമ്മുടെ നാട്ടിലൊരു വലിയ സമ്പന്നനായിരുന്നു ക്ലീറ്റസ് അച്ചായൻ. അച്ചായൻ്റെ ഏക മകളായിരുന്നു മേരിക്കുട്ടി, അതായത് ഈ പറഞ്ഞ ദൊറോത്തി.
ചെറുപ്പത്തിലെ തന്നെ അച്ചായൻ മേരിക്കുട്ടിയെ അങ്ങ് അമേരിക്കയിലേക്ക് അയച്ചു ഉന്നത വിദ്യാഭ്യാസത്തിന്. പെണ്ണ് അവിടെ അങ്ങ് സെറ്റിലായി. അവിടുത്തുകാരനൊരുത്തരെ അങ്ങ് കെട്ടുകയും ചെയ്തു. അങ്ങനെ ഇട്ട പേരാ ദൊറോത്തി. മെല്ലെ മെല്ലെ ക്ലീറ്റസ് അച്ചായനും അമ്മാമ്മയും അമേരിക്കയിലേക്ക് അങ്ങ് മാറി. ഈ സ്വത്തും സൗഭാഗ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നതാ കുഞ്ഞേ കാര്യം? സർവശക്തനായ തമ്പുരാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ വികൃതികൾ കാണിക്കും. അങ്ങനെ ദൊറോത്തിയുടെ ജീവിതത്തിൽ തമ്പുരാൻ കാണിച്ചൊരു വികൃതിയായിരുന്നു അന്ന. അന്ന ഒരു ബുദ്ധിമാന്യമുള്ള കുട്ടിയായിരുന്നു. ഈ ഓട്ടിസം എന്നൊക്കെ പറയുന്ന പോലെ അന്നക്കുട്ടിക്കൊരു 13 വയസ്സുള്ളപ്പോഴാണ് ദൊറോത്തിയും അവിടെ കെട്ടിയവനും കൂടെ പിരിഞ്ഞത്. അതും അന്നക്കുട്ടിയുടെ പേരിൽ. അങ്ങനെ അന്നക്കുട്ടിക്ക് പ്രായം കൂടിക്കൂടി വന്നു. അവളെ എങ്ങനെയൊക്കെ ചികിത്സിക്കാവോ, എവിടെയൊക്കെ കൊണ്ടുപോയി ചികിത്സിക്കാവോ അവിടെ എല്ലാവരും കൊണ്ടുപോയി ചികിത്സിച്ചു. പക്ഷെ ഫലമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്ലീറ്റസാ പറഞ്ഞത് നാട്ടിലൊരു ഒറ്റമൂലി ചികിത്സ ഉണ്ടെന്ന്. അത് കേൾക്കാൻ നോക്കി നിൽക്കുകയായിരുന്നു ദൊറോത്തി. അവൾക്ക് അവിടുത്തെ ജീവിതം മടുത്തായിരുന്നു. കാരണം അവിടെ ഉള്ളവർ അന്നക്കുട്ടിയെ സ്ഥിരം കളിയാക്കുമായിരുന്നു. അങ്ങനെ അമേരിക്കയിലെ ജീവിതം ഉപേക്ഷിച്ച് നാട്ടിൽ സെറ്റിലാവാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ അവൾ നാട്ടിൽ പണി തുടങ്ങിയ വീടാണ് ദൊറോത്തി വില്ല. അക്കാലത്ത് നാടിതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു ബംഗ്ലാവ്, അതും അമേരിക്ക സ്റ്റൈലിൽ. പുറത്തുനിന്നുള്ള എൻജിനീയർമാരെയൊക്കെയാണ് പണിയാൻ ഏൽപ്പിച്ചത്. അങ്ങനെയാണ് ദൊറോത്തി മോളും നാട്ടിലേക്ക് വരുന്നത്. മേഡം, ഇവിടെയാണ് വീട് പണിയുന്നത്. Make it fast, man. Good morning, ma'am. Good morning. We will finish the work soon, ma'am. No, you can take your own time. I have no rush at all. Sure, ma'am. Sure. But remember one thing. Make my home beautiful. Sure, ma'am. With pleasure. മേഡം, തറവാട്ടിലേക്കല്ലേ? Hold on tight, my precious one. The dawn will come, the race is won. In every moment, love's the key. You'll find your wings and you'll be free. Your laughter filled the air like a sweet melody. Now I hold your hand tight, hopeful for what'll be. I'll be your shield, your heart's embrace. We'll chase the clouds and find our space. Each tear that falls will help you rise. Together we'll touch the endless skies. So I sing, my little star, you'll shine again no matter where you are. With every heartbeat I believe this storm will pass, just wait and see. Whispers of tomorrow. മേഡം, ഞാൻ പെട്ടിയെല്ലാം എടുത്ത് അകത്ത് വെച്ചേക്കട്ടെ. ആ, ജോണിക്കുട്ടി ഇവിടെ ഔട്ട് ഹൗസിൽ തന്നെ കാണത്തില്ലേ? അറിയാലോ,
ഞങ്ങൾക്കിവിടെ ആരെയും പരിചയമൊന്നുമില്ല. എന്തെങ്കിലും ഒരു സഹായത്തിനാണെങ്കിൽ ജോണിക്കുട്ടി മാത്രമേ കാണത്തുള്ളൂ. പിന്നെ മോടെ അവസ്ഥയും കണ്ടതല്ലേ, എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ. പേടിക്കണ്ട മാഡം, ക്ലീറ്റസ് ചെയ്യാൻ എല്ലാം എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ ഇവിടെ തന്നെ കാണും. The race is won in every moment. Love's the key. You'll find your wings and you'll be free. മോളെ, എന്ത് ഈ സമയത്ത് എവിടെ വയ്ക്കുന്നത്? ലുക്ക്, മൂൺ മൂൺ. മോളെ, ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കരുത്, കയറിപ്പോ. I want that moon. മോളെ, അമ്മ എന്ത് ചെയ്യേ? Moon. മോള് ഞാൻ പറയുന്നത് കയറിപ്പോ. Moon. 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 നമുക്ക് എന്താ വേണ്ട? Moon. Moon. അമ്പിളിമാമനെ അടുത്ത് വേണോ? നിങ്ങൾ അടുത്ത് കൊണ്ട് തരട്ടെ? പക്ഷെ അങ്കിള് പറയുന്ന പോലെ ചെയ്യണം. കേക്കോ? ചെയ്യോ? Anna? 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 Anna?
Oh, it was just a dream, living life so free. Never thought that one day it would slip away from me. A heart full of hope with a spark shining bright. Now I'm lost in the echoes where there's no light. No reason, no warning, just a flash in the night. But I'll carry the memory. Oh, it was just a dream, living life so free. Never thought that one day it would slip away from me. A heart full of hope with a spark shining bright. Now I'm lost in the echoes where there's no reason, no warning, just a flash in the night. But I'll carry the memories. എൻ്റെ പൊന്നുവയാ, എനിക്കിനി വയ്യടാ. ഒരന്തം കൊണ്ടുമില്ല ഇതിന്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്ന് വെച്ചാൽ ആരെങ്കിലും വിളിക്കാൻ ഫോണിൽ റേഞ്ചും ഇല്ല. എനിക്കിനി വയ്യ. എടാ ഞാൻ പറയുന്നത് കേൾക്ക്, നമുക്ക് രണ്ടും കൽപ്പിച്ച് ഇറങ്ങണടാ. ഇതിപ്പോൾ കുറേ തവണയല്ലേ രണ്ടും കൽപ്പിച്ചിറങ്ങുന്നത്. ചെല്ലുന്ന എല്ലാ പെണ്ണുമ്പോഴാ വായിലോട്ടാ. എടാ ചാവു അമ്മ, ഈ ചാവട്ട്, അത്രേ ഉള്ളൂ. എത്ര നേരം എന്ന് പറഞ്ഞാ നമ്മളിവിടെ? ചാവട്ടറാ, ചാവട്ട്. നീ വരുന്നോ? വാ. എടാ നീ വരുന്നോ? വാ. എന്താടാ? എന്താണ്? എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, എനിക്ക് പേടിയാവുന്നതാ. ഇതിനി ആരാ? മോൻ മോൻ അതെ, ഞങ്ങൾ 3 പേരും ഉണ്ട്. നിങ്ങളെ രക്ഷിക്കുമോ? മോൻ മോൻ ഇത് ആയിരിക്കും കുറേ പേരുണ്ടല്ലോ. എനിക്ക് പേടിയാവുന്നു. എൻ്റെ പൊന്നെ, ആദ്യം വലിയ ഒരുത്തി വന്ന്, പിന്നെ അത് കഴിഞ്ഞ് ആദ്യം താഴെ ഉള്ളത്, ഇനിയും വരും ഓരോന്ന്. എത്ര എണ്ണമാണ് ഇത്? എന്തുവാണ് ഇവിടെ നടക്കുന്നത്? എനിക്കറിയത്തില്ല, എനിക്ക് പേടിയാവുന്നു. ഈ പേടിയാവുന്നു. നമ്മൾ ചത്ത എവിടെ നടക്കത്തുള്ളൂ. അച്ചോ, എൻ്റെ കൂട്ടുകാരെ എങ്ങനെയല്ലേ രക്ഷിക്കണം അച്ചോ? ഒന്നും അറിയാത്ത പാവങ്ങൾ എന്തോ ചെയ്യട്ടെ അച്ഛാ. അച്ഛാ, ഒരു ഹെൽപ്പ് ചെയ്യോ? അച്ഛൻ എൻ്റെ കൂടെ ഒന്ന് വരാമോ?
പേടിച്ചു പോയോ? പേടിക്കണ്ട, അതുമല്ല കിളിയുമായിരിക്കും. അച്ഛൻ പ്ലീസ് എൻ്റെ കൂടെ ഒന്ന് വരാമോ അങ്ങോട്ട്? നമുക്കൊന്ന് പോയാലോ? എടാ കൊച്ചനെ, ഇതൊരു ഹോളിവുഡ് പടമോ? ഈ ഫാദർ ജോസഫ് മഠത്തിൽ ഒരു പ്രേതപിടുത്തക്കാരനുമല്ല. എനിക്കാകെ ചെയ്യാൻ പറ്റുന്നത് സർവശക്തനായ തമ്പുരാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നീ വിഷമിക്കണ്ട, നീയും പ്രാർത്ഥിക്ക്. എന്തെങ്കിലും ഒരു വഴി അദ്ദേഹം കാണിച്ചു തരും, തരാതിരിക്കില്ല. ഇവിടെ പ്രേതമില്ല, പിശാചുമില്ല, ഒന്നുമില്ല. എല്ലാം നമ്മുടെ മനസ്സിലെ തോന്നല. നമ്മുടെ മനസ്സിനൊരു കട്ടിയുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ഒന്നുമില്ല, വാ. നമ്മളെ കൊല്ലോ? എനിക്ക് അറിഞ്ഞോടാ, എന്നെ കൊല്ലോ? ഡെഡ് ബോഡി. ചേട്ടാ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചേട്ടാ, നമ്മൾ പോലെ ഇതുപോലെ നമ്മൾ ചത്തിറങ്ങി ചേട്ടാ. നമുക്ക് എന്നെ കുത്തിപ്പൊളിച്ച് ഇവിടെ രക്ഷപ്പെടണം. അയ്യോ അയ്യോ, ഇതാരായിരിക്കും? നമുക്ക് മുമ്പ് ഈ വീട്ടിൽ വന്ന ഏതോ പാമ്പ് പിടിച്ചെടുത്തിന് കണ്ടില്ലേ പിച്ചി ചീന്തി ഇട്ടേക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, തമ്പുരാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്ന്. അച്ഛോ, മനസ്സിലായില്ല. ഇതിനു മുന്നേ ദൊറോത്തി അടക്കിയിരുത്തിയ കത്തനാരുടെ തലമുറയിൽപ്പെട്ട ഒരാൾ പറഞ്ഞുള്ള അറിവാ. ആ വീട്ടിലൊരു പെട്ടിയുണ്ട്, ഒരു ആമാടപ്പെട്ടി. അതിലാണ് അവളെ ആവാഹിച്ചിരിക്കുന്നത്. ആ പെട്ടി എങ്ങനെയോ തുറന്നിരിക്കുന്നു. അങ്ങനെയാണ് അവൾ സ്വതന്ത്രയായത്. എങ്ങനെയെങ്കിലും ആ പെട്ടി തേടി പിടിച്ചടയ്ക്കാൻ നീ നിന്റെ കൂട്ടുകാരോട് പറയണം. പക്ഷേ സൂക്ഷിച്ചു വേണം. അവൾക്കൊരു പ്രത്യേകതയുണ്ട്. ഷീ ക്യാൻ മാനിപ്പുലേറ്റ് തിങ്സ്. അതുകൊണ്ടാണ് നിന്റെ കൂട്ടുകാർക്ക് ഇല്ലാത്ത വീടും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തോന്നുന്നത്. മാത്രമല്ല, ഷീ ക്യാൻ ഓൾസോ മാനിപ്പുലേറ്റ് പീപ്പിൾ. എടാ, നമ്മൾ 3 പേര് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇനി എന്തൊക്കെ പ്രശ്നം വന്നെന്ന് പറഞ്ഞാലും 3 പേരും 3 വഴിക്ക് പോകരുത്. ഇവിടെ ഒരാൾ മാത്രമല്ല, കണ്ടല്ലോ, ഒരാളോടുണ്ട്.
നമ്മൾ മൂന്നും ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലെങ്കിൽ അവിടെ കിടക്കുന്ന ഒരാളെ നീ കണ്ടല്ലോ, കണ്ടോ നീ? അതുപോലെ അവൻ നമ്മളുടെ അവസ്ഥ. ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലായോ നിനക്ക്? മനസ്സിലായി. നിനക്ക് മനസ്സിലായോ? എടാ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? അഭിഞ്ചേട്ടാ, എനിക്കൊന്നും പറ്റിയില്ലേ? എനിക്കെന്ത് പറ്റാൻ? എടാ ഇവനിതെന്തോടെ പറ്റിയേ? എന്താടാ നിനക്ക് എന്താ? നിനക്ക് എന്താ? നീ എന്തിനാ അഭിഞ്ചേട്ടനെ കഴുത്ത കയറി പിടിച്ചേ? നീ എന്തിനാണ് എന്റെ കഴുത്തെ കയറി പിടിച്ചേ? തോന്നിയായിരിക്കുന്നു. താണ്ടെ ഒന്നാമത്തെ മനുഷ്യൻ പേടിച്ചിറക്കുവാ. അതിനോട് കിടന്ന് പേ കാണിക്കരുത് കേട്ടോ. ഞാനൊന്നും ചെയ്തില്ല. എടാ നീ രണ്ടെണ്ണം ഇവിടെ ഇത് എന്തോ കാണിക്കുവാടാ. എടാ അവിടെ ചത്തു നിറച്ച് കിടക്കുവോ. ഞാനൊരു കാര്യം പറയുന്നു, നമ്മൾ 3 പേരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഇതിന് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ നമ്മളും കിടക്കും. ജിതിൻ റേഞ്ച് വന്നു. ഹലോ ഹലോ എടാ എടാ ഹലോ എടാ കേൾക്കാവോ? എടാ വിട്ടു പോവാടാ. എടാ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, നീ ഇങ്ങോട്ട് പറയണ്ടോന്നും. ഹലോ ആ എടാ നിങ്ങളിപ്പോൾ ഉള്ള വീട്ടിലുണ്ടല്ലോ, എടാ അവിടെ ഒരു പെട്ടി ഇരിപ്പുണ്ട്. പെട്ടിയോ? ഹലോ ആ എടാ പെട്ടി ഒരു ആമാട പെട്ടി, അത് തുറന്നതാ ഇതിനെല്ലാം കാരണം. അതെങ്ങനെയൊക്കെ അടയ്ക്കണം. ഹലോ 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 എടാ എന്തുകൂടെ പറയുന്നേ? ഹലോ എടാ ആമാടപ്പെട്ടി, എടാ ആമാടപ്പെട്ടി, അത് അടയ്ക്കണം. നിന്നോട് ഇതാരാ പറഞ്ഞേ? എടാ ഞാനിപ്പോൾ പള്ളിയിൽ എനിക്ക് വല്യച്ഛൻ പറഞ്ഞു തന്നതാ. ഹലോ ഹലോ ജീവനോടെ വീട്ടിൽ ചെല്ലാൻ പറ്റുമെന്നല്ലോ പറഞ്ഞോളൂ. ഈശ്വര അവസാനമായിട്ട് അമ്മ അച്ഛനും പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായില്ല. എടാ വീട്ടിൽ പോണ്ടേ? എടാ എന്റെ പൊന്നെ ഫോണിനൊന്നും സിഗ്നൽ ഇല്ല ഇവിടെ. എന്റെ ഫോണിൽ സിഗ്നൽ കിട്ടിയടാ. എന്നിട്ട് ജിതൻ എന്നെ വിളിച്ചു. അവനെന്തു പറഞ്ഞേ? അവൻ പറഞ്ഞൊന്നും എനിക്ക് വ്യക്തമായില്ല. വിട്ടു പോവായിരുന്നു. എടാ ഈ വീട്ടിലൊരു പെട്ടി ഉണ്ടടാ. പട്ടി പറഞ്ഞ് പകരമാരോട് കൊള്ളണോ? എനിക്ക് വയ്യ. എടാ പട്ടിയല്ല, പെട്ടി, ഒരു ആമാടപ്പെട്ടി ഈ വീട്ടിലുണ്ട്. ആമാടപ്പെട്ടി? എടാ ആ പെട്ടി തുറന്നിരിക്കുക. അത് അടയ്ക്കണമെന്ന് അവൻ നമ്മളോട് പറഞ്ഞത്. ആ പെട്ടി അടച്ചാൽ നമ്മൾ രക്ഷപ്പെടുകൂടാ. നമ്മൾ ഈ 10 കിടന്ന് എത്ര വട്ടം ഓടിയെന്ന് ചേട്ടൻ അറിയാലോ.
ഞാനെങ്കിലും കണ്ടില്ല രാമയുടെ പെട്ടി ഇവിടെ. എടാ എടാ ഈ ഫ്ലോറിൽ തന്നെ അല്ലേ നമ്മൾ കുറെ നേരം കൊണ്ട് നമ്മളെ താഴോട്ട് ഇറങ്ങാൻ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. എടാ നമ്മൾ താഴോട്ട് പോണം, ആ പെട്ടി അടയ്ക്കണോടാ, നമുക്ക് 3 പേർക്കും ജീവിക്കണോടാ. താഴെ ചെല്ലുമ്പോ കണ്ടില്ലെങ്കിലോ? എടാ അങ്ങനെ പറഞ്ഞ അവിടെ കിടക്കുന്ന ബോഡി പോലെ നമ്മളും കിടക്കേണ്ടി വരും. എടാ നമുക്ക് പോയി നോക്കാം. എടാ ഒന്നുമില്ലേലും നമ്മൾ 3 പേരില്ലടാ, നമുക്ക് പോയി നോക്കാം. വാ. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ. സത്യമായിട്ട് ഞാൻ വിചാരിച്ചാൽ ഇനി സൂര്യോദയം കാണുമെന്ന്. എൻ്റെ പൊന്നെ, അവനുണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടത്. നീ അവനെന്ന് വിളിച്ചേ? ഓ ഹലോ അളിയാ, താങ്ക് യു സോ മച്ച് ടാ. എടാ ഞങ്ങൾ മരണത്തിൽ നിന്നാടാ രക്ഷപ്പെട്ടത്. ഞങ്ങൾക്കൊരു പുതിയ ജീവിതമാണ് കിട്ടിയത്. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അളിയാ. സത്യമാണോടാ? എടാ ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വിളിക്കാം. അച്ഛോ, രക്ഷപ്പെട്ടു. സന്തോഷമായല്ലേ അച്ഛോ? ആ പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ അച്ഛോ? പെട്ടി എങ്ങനെയാ തുറന്നെന്നറിഞ്ഞു. എങ്ങനെയാ അച്ഛോ? ആ വീട്ടിലേക്ക് ആരും പ്രവേശിക്കാൻ പാടില്ല. ഇനി അഥവാ പ്രവേശിച്ച ആ പെട്ടി തുറക്കും. പ്രത്യേകം ഒരിക്കൽ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ വീണ്ടും ആ വീട്ടിലേക്ക് തിരിച്ച് പ്രവേശിച്ച മരണത്തിനല്ലാതെ മറ്റൊന്നിനും അയാളെ രക്ഷിക്കാനാവില്ല. അച്ഛോ, അച്ഛോ ഒരു മിനിറ്റ് അച്ഛോ. നമ്മുടെ രക്ഷപ്പെട്ടാ. നമുക്ക് പോവാം. അയ്യോ, ലാപ്ടോപ്പ് എന്നെ തിരിക്കുക. കോപ്പ് ഇനി എടുക്കാൻ വീണ്ടും കൂടി ചെന്ന് കയറ്. എടാ നമ്മുടെ കമ്പനിയിൽ ഡേറ്റാസ് മൊത്തം അതിനകത്തായിരുന്നു. നമ്മളിപ്പോൾ വെളിയിറങ്ങിയാൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നത്?
ഡേറ്റാസ് ഫുൾ അതിനകത്താ. വീണ്ടും അതെടുത്ത് അങ്ങോട്ട് കയറി ഞാൻ ഡേറ്റയുടെ പൊണ്ണുകൂടെ വലിച്ചു തീർക്കളയും. എടാ അവൻ പറഞ്ഞ നീ കേട്ടില്ല, ആ പെട്ടി അടച്ചു, ഇനി അത് സാധനം വരത്തില്ലത്. എടാ പെട്ടി അടച്ചാ വരത്തില്ലെന്ന്. എടാ ആ കേറുന്നിടത്ത് ഇരിപ്പുണ്ട്, നീ പോയി എടുത്തോണ്ട് പോവാ. എനിക്ക് പേടിയാ, പിന്നെ എന്നെ കൂടെ പറഞ്ഞു പറഞ്ഞാ. നിനക്ക് പേടിയാ, ഞാൻ പറ ഇങ്ങോട്ട് പോ. ഇങ്ങോട്ട് പോടാ. എന്താടാ എന്തിനാ പോന്നേ? ബാ